നമുക്ക് വിലക്കയറ്റത്തിൽ പൊതുജനത്തിന്റെ അഭിപ്രായം എന്തെന്നാണ് എന്നുകൂടി കേൾക്കണമല്ലോ. നോക്കാം. പൊതുജന സ്പീക്കിംഗ്. ഭയങ്കര വിലയാണ്. സബോളൊക്കെ എന്താ വില എന്നറിയാം. സബോളയൊക്കെ പുറത്ത് 90 രൂപയാണ്, ഇവിടെ എത്രയെന്നൊന്നും അറിയില്ല. 80 രൂപ കിലോ മാർക്കറ്റിൽ സബോളയുടെ വില. എല്ലാ കാര്യങ്ങൾക്കും വില കൂടിയിട്ടല്ല, മേടിക്കാൻ ആളില്ല. ശബരിമല സീസണായ പിന്നെ പച്ചക്കറില്ലേ എല്ലാവർക്കും വേണ്ടോ, പിന്നെ ഭയങ്കര വില. മല സീസണിൽ ഒരു കച്ചവടം ഇല്ല. സാധാരണ മല സീസണിൽ നമുക്ക് ഇത്തിരി നല്ല കച്ചവടം കിട്ടാറുള്ളതാണ്, അതിന്റെ കച്ചവടം ഇല്ല. രാവിലത്തെ ഹോൾസെയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ റീറ്റെയിലിന് ഒരു മനുഷ്യല്ല. കച്ചവടക്കാര് ഇനി 2 കൊല്ലം കൂടി ഉണ്ടാവും. ചെറുകിട കച്ചവടക്കാര് ചെറിയ കച്ചവടം ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളാണ്. തക്കാളി കാലത്ത് വന്നപ്പോൾ 30,000, ഇപ്പം മാർക്കറ്റിൽ 35 രൂപയുണ്ട്. തക്കാളി വില കൂടുതലാണ്, ക്യാരറ്റ് വില കൂടുതലാണ്. ഒട്ടുമിക്ക സാധനങ്ങൾക്കും അത്യാവശ്യം നല്ല വിലയുണ്ട്. ഇപ്പോൾ നമുക്ക് പച്ചക്കറികൾ മൊത്തത്തിൽ വില കൂടുതലാണ്. പ്രത്യേകിച്ച് മുരിങ്ങക്കായൊക്കെ നല്ല വില കൂടുതലാണ്. ബീട്രൂട്ട്, ക്യാരറ്റ് ഇതെല്ലാം വില കൂടുതലാണ്. പിന്നെ കിഴങ്ങ്, സവോള, ഉള്ളി, വെളുത്തുള്ളി അതൊക്കെ ഭയങ്കര ഹൈ ആണ് നിൽക്കുന്ന വില. സ്റ്റഡി ആയിട്ടുള്ളൊരു നിലവാരം ഒരാഴ്ചയിൽ നിൽക്കണം, എന്നാലാണ് നമുക്ക് കച്ചവടത്തിൻ്റെ ഒരു ഇത് വരുള്ളൂ. അങ്ങനത്തെ ഒരു ആവശ്യമില്ല. ഇപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമാണ് നിൽക്കുന്നത്. ഞങ്ങളെ കണക്ക് സാധാരണ കച്ചവടക്കാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. 3000 4000 വന്നുകൊണ്ടിരുന്ന മലക്കറിക്ക് ഇപ്പം വരുന്ന 6000 7000 രൂപയാണ്. ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഓരോ സാധനങ്ങൾക്കും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതാ ഇന്നത്തെ വില സവാളയ്ക്ക് എത്ര 90 രൂപയാണ്. നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുക, കുറയുന്നില്ല. എല്ലാ സാധനങ്ങൾക്കും ഓരോ ദിവസം കഴിയും തോറും മണിക്കൂറുകൾ ഇടവിട്ട് വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്. കച്ചവടക്കാരായ ഞങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടാണെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾ എന്തുമാത്രം ബുദ്ധിമുട്ടുന്നുണ്ട്. വില കൂടിയാൽ സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ ബുദ്ധിമുട്ട്, ഒരുപാട് കഷ്ടപ്പെടുന്നു വാങ്ങിക്കാനായിട്ട്. സവാള 90 രൂപ, അങ്ങനെ അതിന് മേലിലോട്ട് എല്ലാത്തിനും വില. തക്കാളിയൊക്കെ അതിനെ കാട്ടി, അങ്ങനെ നമുക്ക് ഒന്നും വാങ്ങിക്കാൻ പറ്റുന്നില്ല. ക്യാരറ്റ്, ഓണിയൻ, മുരിങ്ങക്കോല്, മുരിങ്ങക്ക 1 കിലോ 500 രൂപ വിലയുണ്ട്. വില കൂടിയത് എല്ലാത്തിനും കൂടി. ഇപ്പോൾ ബീട്രൂട്ടിന് കൂടീന്, ബീട്രൂട്ടിന് 10 രൂപ കൂടീന് 1 കിലോന് മീറ്റർ. വെണ്ടക്കായ്ക്ക് 10 രൂപ കൂടീന്. പിന്നെ ക്യാരറ്റിന് 10-20 രൂപയോളം കൂടീന്. പിന്നെ തക്കാളി 25 രൂപ 20 രൂപയിലുണ്ടായത് അതും കൂടീന്. ഉള്ളി 60, അതിന് താഴെ ഉണ്ടായിന്, ഇപ്പോൾ 66 രൂപ എത്തി. അത് ഒരു ചാക്ക് ഉള്ളിന് ചണ്ടി ഉള്ളിയാണ് വരുന്നുള്ളത്, നല്ല ഉള്ളി വരുന്നില്ല. ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ദൈനംദിനം ഇത്രയും വില കൂടിയത് കൊണ്ട് നമുക്ക് വാങ്ങാൻ വല്ലാത്ത പ്രയാസമാണ്. മൊത്തത്തിൽ വില കൂടുതലാണ്, ജീവിക്കാൻ വളരെ കഷ്ടമാണ്. എല്ലാ സാധനത്തിനും വില കൂടുതലാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, ഉണ്ടാക്കാൻ എല്ലാവരും ഓരോ റേറ്റിനനുസരിച്ചിട്ട് കൂടുന്നുണ്ട്. ഡെയിലി മാർക്കറ്റ് റേറ്റ് ചേഞ്ച് ആയിക്കൊണ്ടാണ്. പിന്നെ എന്ത് ചെയ്യും, നമ്മളും ഇങ്ങനെ പണിയെടുത്തിട്ട് നമുക്ക് പോലെ ഇതെന്ത് വന്നാലും സാധാരണക്കാരൻ്റെ മണ്ടയിലേക്കാണല്ലോ വരുന്നത്. മറ്റുള്ളവർക്കത് ബാധകമല്ല. പച്ചക്കറികൾക്ക് നല്ല വില, കഴിക്കാതിരിക്കാനാവില്ലല്ലോ. ഏത് സാധനത്തിനും കുറവൊന്നുമില്ലല്ലോ, ദിവസം കൂടിയ പോലെ കൂടിക്കൊണ്ടേ പോകുന്നല്ലാതെ അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന പണിക്ക് സാലറി കൂടിക്കൊണ്ട് പോയെങ്കിൽ അത്ര നല്ലതായിരുന്നു. കുറഞ്ഞ സാധനമാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ, മുമ്പത്തെ പോലെ കൂടുതൽ ഉപയോഗിക്കുന്നില്ല. എല്ലാ കറിയിലും തക്കാളി ഇടയില്ല, ഉള്ളി എല്ലാറ്റിനും. അപ്പോൾ നമുക്ക് മുമ്പത്തെ പോലെ തന്നെ റേറ്റ് വിചാരിക്കാം. സാമ്പാറിൻ്റെ സാധനമാണിത് ഞാൻ വാങ്ങിയത്, 1 കിലോന് 50 രൂപ. തിരക്കായിട്ടില്ല, നല്ല റേറ്റാണത്.